ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടലക്കറിയാണ്. വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ 1 കപ്പ് വെള്ളക്കടല ആവശ്യമാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഓയിൽ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഒനിയൻ, 3 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 1 ചെറിയ തക്കാളിക്ക്, പിന്നെ ലാസ്റ്റ് ആവശ്യമായിട്ടുള്ള ആളാണ് ഈ മല്ലിയില എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ ഇതായിരിക്കുന്ന കപ്പ്, ഈ 1 കപ്പ് കടല 6 മണിക്കൂറിന് മുമ്പ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. 6 മണിക്കൂറിന് ശേഷം അത് നല്ലോണം കുതിർന്ന് കിട്ടും. ഈ 6 മണിക്കൂറിന് ശേഷം കുതിർന്ന് കിട്ടതിനെ കുക്കറിൽ വെച്ച് 2 ഫിസിൽ വെച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കടലയെ വേവിച്ചെടുത്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2 ഫിസിലാണ്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ട് ഈ 4 ഐറ്റംസിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആദ്യം നമ്മൾ കടല വേവിച്ച് എടുക്കുന്നതെന്ന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അത് നമുക്ക് പിന്നീട് ലാസ്റ്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു ചെറിയ ട്രിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കടലേനെ നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത്. ചിലരൊക്കെ രണ്ടാമത് വേവിച്ചെടുക്കുമായിരിക്കും. എന്തായാലും നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളതിന് നമ്മൾ കടല ആദ്യമേ വേവിച്ച് വെക്കണം. എങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ടിപ്പിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സവാള, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, അപ്പൊ ഇത് 4 ഐറ്റവും ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ പാൻ ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം. വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എണ്ണ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ എണ്ണ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അതിന് മുമ്പേ തന്നെ ഇതിനെ പതുക്കെ ഒന്ന് അതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, ഇത് 4 ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പിനെടുത്ത് ഏകദേശം ഒരു സ്പൂണോളം ആഡ് ചെയ്യാം. കാരണം നമ്മൾ കടലയിൽ നേരത്തെ ആഡ് ചെയ്തിട്ടില്ല, ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങ് ഒരുപാട് ഫ്രൈ ആയി അങ്ങ് ബ്രൗൺ കളറൊന്നും ആകുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യുന്നു വേണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് വരെ മാത്രം ഇതിനെ ഒന്ന് ഒരു കുഴഞ്ഞു വരുന്ന അതുവരെ മാത്രം പതുക്കെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മീഡിയം സിമ്മിലിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യാനുള്ളത് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിനെ ഒന്ന് വഴറ്റണം. 1 സ്പൂൺ മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ. മൂന്നാമതായിട്ട് ആഡ് ചെയ്യാനുള്ളത് മല്ലിപ്പൊടി. നമ്മൾ എത്ര അളവിനാണോ മുളക് പൊടി എടുത്ത് അതേ അളവിന് തന്നെ മല്ലിപ്പൊടിയും ചേർക്കുക. മുളക് പൊടി കുറച്ചുകൂടെ ഒന്ന് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ കാണിക്കാൻ മറന്നു, ഈ ഒരളവിന് ഗരം മസാലപ്പൊടി ഇത്ര നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചൊന്ന് ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ സ്റ്റൗവിനെ ഒന്ന് ഓഫ് ചെയ്യാം.
സ്റ്റൗവിനെ ഒന്ന് ഓഫ് ചെയ്ത് തീർന്ന ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പത്തെ കടല ഇവിടെ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ ഒരളവ്, ഏകദേശം ഒരു 3-4 ടീസ്പൂൺ കടല കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ നേരത്തെ കടല വേവിച്ച് വെക്കണമെന്ന് പറയുന്നത്. ഈ ഒരളവ് കടലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തൊന്ന് കുഴച്ച് വെക്കാം. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഈ വെള്ളം തന്നെ ഊറ്റി ഇതിലിരിക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഒന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇനി ഒന്ന് അരച്ചെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഉള്ളത്. അപ്പോൾ ഈ കറി നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജാറിലോട്ടൊന്ന് ഇടണം. എല്ലാം തന്നെ അതിലോട്ടൊന്ന് എടുക്കുക. ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ നേരത്തെ ഞാൻ ഫ്രൈ ചെയ്തിരുന്ന സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊടികളും, പിന്നെ അതിലൊന്ന് കുറച്ച് എടുത്ത കടലയും കൂടെ ചേർത്ത് അരച്ച് അരപ്പാണിത്. ഇതിന് നമുക്ക് ഇതിലോട്ടൊന്ന് എടുക്കാം. അതിനകത്തുള്ള എല്ലാം തന്നെ അരപ്പൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ എല്ലാം എടുത്ത് അതിലോട്ടൊന്ന് ആഡ് ചെയ്യുക. ഈ ആഡ് ചെയ്യുന്ന ഈ സമയത്താണ് നമ്മൾ ഈ മല്ലിയില നമ്മൾ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ മല്ലിയിലയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് തീർന്ന ശേഷം എന്നിട്ട് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതിന്റെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എരിവും ഉപ്പും കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നോക്കുക, നമ്മൾക്ക് ആവശ്യമായിട്ട് ഉപ്പ് കുറവായിട്ട് ആവശ്യമുള്ളവർക്ക് ഉപ്പ് കുറച്ച് മതി, കൂടുതലായിട്ടുള്ളവർക്ക് കൂടുതൽ. എരിവും അതുപോലെ തന്നെ അതൊക്കെ അവരവിടെ താല്പര്യത്തിനനുസരിച്ച്. നമ്മൾ ഈ കറി തിളയ്ക്കുമ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുന്നെങ്കിലും തിളച്ച് വരുമ്പോൾ ഗ്രേവി നല്ലോണം ഒന്ന് കുറുകി വരും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കട്ടെ. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അപ്പോൾ തന്നെ അതൊന്ന് കുറുകി വരുള്ളൂ. ഇപ്പൊ ഇവിടെ കുട്ടികൾക്കൊക്കെ ഈ കറി കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എന്തായാലും മുളക് പൊടി കൂടുതൽ ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയും ഉപ്പും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഒരു അര സ്പൂൺ ഇങ്ങനെ ഒരു വെളിച്ചെണ്ണയും കൂടെ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ കറി ഒന്ന് തിളയ്ക്കാനൊന്ന് അനുവദിക്കണേ, എങ്കിലേ അതൊന്ന് കുറുകി വരുള്ളൂ. എനിക്കിവിടെ ഉപ്പും ഇതൊക്കെ കറക്റ്റാണ്. ഉപ്പും മുളക് പൊടിയൊക്കെ കറക്റ്റാണ്. ഞങ്ങളുടെ ആവശ്യത്തിന് കറക്റ്റാണ്. ഇല്ലാത്തവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിനി തീ ഓഫ് ചെയ്ത് വെച്ച് ഇതിനെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് അനുവദിക്കുമ്പോൾ ഈ കറി ഉറപ്പായിട്ടും കുറുകി വന്നിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച ശേഷം ഇതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കാം. ഓക്കെ, താങ്ക് യു.